വെൽക്കം ടു അവർ കൊമേഴ്സ് ക്ലാസ് റൂം. ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് മെത്തേഡ്സ് ഓഫ് പബ്ലിക് ഇഷ്യൂ. ഒരു ഷെയറിന്റെ പബ്ലിക് ഇഷ്യൂ നടത്തുന്ന വിവിധ തരത്തിലുള്ള മെത്തേഡുകൾ, രീതികൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാനായിട്ട്. നമുക്ക് രണ്ട് രീതിയിൽ പബ്ലിക് ഇഷ്യൂ നടത്താനായിട്ട് മെത്തേഡ്സ് ഓഫ് പബ്ലിക് ഇഷ്യൂ. ഓഫർ ത്രൂ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് വഴി ഒരു ഓഫർ കൊടുത്തിട്ട് നമുക്ക് പബ്ലിക് ഇഷ്യൂ നടത്താം. രണ്ടാമത്തെ രീതി ഓഫർ ഫോർ സെയിൽ. ആദ്യത്തെ മെത്തേഡ് എന്താണ്? ഓഫർ ത്രൂ പ്രോസ്പെക്ടസ്. രണ്ടാമത്തേത് ഓഫർ ഫോർ സെയിൽ. ആദ്യം തന്നെ ഓഫർ ത്രൂ പ്രോസ്പെക്ടസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്കറിയാം, കമ്പനിയുടെ പ്രധാനപ്പെട്ട 3 ഡോക്യുമെന്റുകൾ ഉണ്ട്: മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ആൻഡ് പ്രോസ്പെക്ടസ്. അതിനകത്ത് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിയുടെ എല്ലാ വിവരങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു ഡോക്യുമെന്റിനെയാണ്, ഓഫർ ഡോക്യുമെന്റിനെയാണ് നമ്മൾ പ്രോസ്പെക്ടസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പ്രോസ്പെക്ടസ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആളുകളെ അല്ലെങ്കിൽ പബ്ലിക്കിനെ നമ്മുടെ ഷെയർ മേടിക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്ക് പ്രോസ്പെക്ടസ് എന്താണെന്ന് നോക്കാം. പ്രോസ്പെക്ടസ് ഈസ് ആൻ ഓഫർ ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ദി ഡീറ്റെയിൽസ് ഓഫ് ദ കമ്പനി. ഇപ്പോൾ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കമ്പനിയുടെ എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു ഡോക്യുമെന്റിനെയാണ് നമ്മൾ പ്രോസ്പെക്ടസ് എന്ന് വിളിക്കുന്നത്. എന്തൊക്കെ ഉണ്ട് അതിനകത്ത്? ദ നെയിം ഓഫ് ദ കമ്പനി, അഡ്രസ്, ലൊക്കേഷൻ ഓഫ് ദ ഇൻഡസ്ട്രി, ഓതറൈസ്ഡ്, paid up and subscribed capital, date of opening and closing of subscription list, name of lead merchant banker, brokers and underwriters, name of the board of directors, activities of the company and other important data must be included in the prospectus. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചുള്ള ഏകദേശ എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് എന്ത്? നമ്മുടെ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അതിനകത്ത് കമ്പനിയുടെ പേരെന്താണ്, കമ്പനിയുടെ ലൊക്കേഷൻ, അഡ്രസ് ഏതാണ്, അതിന്റെ ക്യാപിറ്റൽ ഏതൊക്കെയാണ്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയുണ്ട്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയുണ്ട്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എത്രയുണ്ട്, ഇനി നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എന്നാണ് ഓപ്പൺ ചെയ്യുന്നത്, നമ്മൾ എന്നാണ് ക്ലോസ് ചെയ്യുന്നത്, നമ്മുടെ മർച്ചന്റ് ബാങ്കറിന്റെ പേരെന്താണ്, നമ്മുടെ ബ്രോക്കേഴ്സ് ആരൊക്കെയാണ്, കമ്പനിയെ സഹായിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന അണ്ടർറൈറ്റേഴ്സ് ആരൊക്കെയാണ്, ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരൊക്കെയാണ്, എന്താണ് നമ്മുടെ കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള ബിസിനസ് അല്ലെ ആക്ടിവിറ്റികൾ തുടങ്ങി കമ്പനിയെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന ഡോക്യുമെന്റിനെയാണ് പ്രോസ്പെക്ടസ് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പബ്ലിക് ഇഷ്യൂ ത്രൂ പ്രോസ്പെക്ടസ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഷെയർസ് ഓഫ് എ കമ്പനി. അപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ പബ്ലിക്കിനെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡാണെന്ത്? പബ്ലിക് ഇഷ്യൂ ത്രൂ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് കൊടുക്കുക, അത് വായിക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും കമ്പനി എന്താണ്, കമ്പനിയുടെ അവസ്ഥ എന്താണ്, കമ്പനി എത്ര രൂപയുടെ ക്യാപിറ്റലാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഈ കമ്പനിയെക്കുറിച്ച് ഒരു ഇവാലുവേഷൻ നടത്താൻ സാധിക്കുന്ന രീതിയിലുള്ള എല്ലാ വിവരങ്ങളും പ്രോസ്പെക്ടസിൽ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രോസ്പെക്ടസ് വഴി പബ്ലിക് ഇഷ്യൂ നടത്തുന്നതിന് കുഴപ്പമില്ല. അപ്പൊ ഈ പ്രോസ്പെക്ടസിൽ അടങ്ങിയിരിക്കുന്ന ഈ വിവരങ്ങളെല്ലാം വായിച്ചു നോക്കിയതിനു ശേഷം എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആഫ്റ്റർ ഗോയിങ് ത്രൂ ദീസ് ഡീറ്റെയിൽസ്, the public can decide either to subscribe or not to subscribe to the shares. അപ്പോൾ പ്രോസ്പെക്ടസിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങളെല്ലാം വായിച്ചു. കമ്പനിയുടെ കണ്ടീഷൻ എന്താണ്, കമ്പനിയെ സംബന്ധിച്ചുള്ള ആരൊക്കെയാണ് കമ്പനിയെ സഹായിക്കുന്നത്, മർച്ചന്റ് ബാങ്കേഴ്സ് ആരൊക്കെയാണ്, ബ്രോക്കേഴ്സ് ആരൊക്കെയാണ്, അണ്ടർറൈറ്റേഴ്സ് ആരൊക്കെയാണ്, എത്ര രൂപയുടെയൊക്കെ ക്യാപിറ്റലാണ് കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്, ആരൊക്കെയാണ് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഇതെല്ലാം വായിച്ചു നോക്കിയിട്ട് പബ്ലിക്കിന് തീരുമാനിക്കാം either to subscribe or not to subscribe to the share. ഷെയർ വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ള വിവരം നമ്മുടെ പബ്ലിക്കിന് വേണ്ടി ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ആ നമ്മുടെ പ്രോസ്പെക്ടസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകാം ഒരു കമ്പനിയുടെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ പ്രോസ്പെക്ടസിന് പബ്ലിക് ഇഷ്യൂവിനെ സംബന്ധിച്ചും ഷെയർ സബ്സ്ക്രിപ്ഷനെ സംബന്ധിച്ചും എല്ലാം വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് കെയർഫുള്ളി ഇവാലുവേറ്റ് ചെയ്തിട്ട് മാത്രമാണ് എന്ത് ചെയ്യത്തുള്ളൂ, കമ്പനികൾ അവരുടെ പ്രോസ്പെക്ടസ് പബ്ലിഷ് ചെയ്യത്തുള്ളൂ. അപ്പോൾ പ്രോസ്പെക്ടസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. പ്രോസ്പെക്ടസ് മുഖാന്തരം നമുക്ക് പബ്ലിക് ഇഷ്യൂ നടത്താം. The draft of the prospectus must be approved by the board of directors, financial institutions, designated stock exchanges, etc. അപ്പം നമ്മൾ കൊണ്ടുവരുന്ന ഈ പ്രോസ്പെക്ടസ് ഉണ്ടല്ലോ, കമ്പനിയുടെ ഈ പ്രോസ്പെക്ടസ് അത് ആരൊക്കെ അപ്രൂവ് ചെയ്തിരിക്കണം? നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ് ചെയ്യണം. നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരൊക്കെയാണോ കമ്പനിയെ സഹായിക്കാമെന്ന് ഏറ്റിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്,
അപ്രൂവ് ചെയ്തിരിക്കണം, നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അപ്രൂവ് ചെയ്തിരിക്കണം. ആൻഡ് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് ഈസ് ബീങ് അനക്സ്ഡ് ടു എവറി ഷെയർ ആപ്ലിക്കേഷൻ ഫോം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോസ്പെക്ടസിന്റെ ഒരു കോപ്പി, അതിനെന്താണ് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്, അതെപ്പോഴും നമ്മുടെ ഷെയർ ആപ്ലിക്കേഷന്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ വാങ്ങിക്കുന്ന ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ പ്രൊപ്പോസ്ഡ് ഇൻവെസ്റ്റർ എപ്പോഴും പ്രോസ്പെക്ടസും കൂടെ മറച്ചു നോക്കി കമ്പനിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം എന്ത് ചെയ്യത്തുള്ളൂ, ഷെയർ വാങ്ങിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കത്തുള്ളൂ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ വന്നാൽ പിന്നീട് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ ഒരു കോപ്പി അല്ലെങ്കിൽ അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എപ്പോഴും നമ്മുടെ ആപ്ലിക്കേഷന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഓഫർ ത്രൂ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനിയുടെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞ മെത്തേഡ് ഓഫ് പബ്ലിക് ഇഷ്യൂ ആണ് നമ്മൾ പഠിക്കുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് പബ്ലിക് ഇഷ്യൂ നടത്താം, ഓഫർ ത്രൂ പ്രോസ്പെക്ടസ് അഥവാ ഫ്രഷ് ഇഷ്യൂ, അല്ലെങ്കിൽ ഓഫർ ഫോർ സെയിൽ. അപ്പോൾ ഓഫർ ത്രൂ പ്രോസ്പെക്ടസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി എങ്ങനെയൊക്കെയാണ് ഷെയറിന്റെ വില നമ്മൾ നിശ്ചയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രൈസിങ് ഓഫ് ഇഷ്യൂ, ഒരു ഇഷ്യൂ നടത്തി കഴിയുമ്പോൾ ഷെയറിന് എങ്ങനെയൊക്കെയാണ് നമ്മൾ വില ഈടാക്കുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് പ്രൈസ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ, പേരിൽ തന്നെയുണ്ട് ഫിക്സഡ് പ്രൈസ്. കമ്പനി ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു വില പറഞ്ഞിട്ടുണ്ട്, ആ വിലയ്ക്ക് എന്ത് കൊടുക്കത്തുള്ളൂ, പബ്ലിക് ഇഷ്യൂ കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ പബ്ലിക്കിന് ഷെയർ വാങ്ങിക്കണമെങ്കിൽ കമ്പനി മുൻകൂട്ടി പ്രിഫിക്സ് ചെയ്തൊരു എമൗണ്ട് വെച്ചിട്ടുണ്ട്, ആ എമൗണ്ടിന് മാത്രമേ വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതിനകത്ത് ബാർഗെയിനിങ്ങോ കാര്യങ്ങളോ അഡ്ജസ്റ്റ്മെന്റോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. അതിനെയാണ് ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂ. ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂവിൽ നമുക്ക് ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വരുത്താനായിട്ട് പറ്റും. ബുക്ക് ബിൽഡിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ്. ബുക്ക് ബിൽഡിങ്ങിന് നമ്മൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്നുള്ള ഒരു ടേമും കൂടെ ചേർത്തിട്ട് വിളിക്കാറുണ്ട്. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസും ബുക്ക് ബിൽഡിങ്ങുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അവിടെ നമ്മളൊരു ഫ്ലോർ പ്രൈസും ഒരു ക്യാപ് പ്രൈസും എല്ലാം സെറ്റ് ചെയ്യും. അങ്ങനെ ആളുകളുടെ അല്ലെങ്കിൽ പ്രൊപ്പോസ്ഡ് ഇൻവെസ്റ്റേഴ്സിൻ്റെയോ ഇന്റർമീഡിയറീസിൻ്റെയോ ഒക്കെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് ഒരു ബെസ്റ്റ് പ്രൈസ് ആയിരിക്കും നമ്മൾ പിന്നീട് ഈടാക്കുന്നത്. വിശദമായിട്ട് ഞാൻ പറയാം. നമുക്ക് ആദ്യം ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ എന്താണെന്ന് നോക്കാം. പ്രൈസിംഗ് ഓഫ് ഇഷ്യൂ രണ്ട് രീതിയിൽ നടത്താം, ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ ആൻഡ് ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂ അല്ലെങ്കിൽ ബുക്ക് ബിൽഡ് ഇഷ്യൂ. ദ ഇഷ്യൂവർ ക്യാൻ ഡിറ്റർമൈൻ ദ പ്രൈസ് ഓഫ് ദ ഷെയർ. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്, വിൽക്കുന്നയാൾക്ക് ഡിസൈഡ് ചെയ്യാം ഷെയർ എത്ര രൂപ അയാളുടെ വിൽപ്പന വസ്തുവിന് വില ഇടണം എന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ ഷെയർ വിൽക്കുന്ന കമ്പനിക്ക് എന്ത് ചെയ്യാം, ഷെയർ വിൽക്കുന്ന കമ്പനിയാണ് ഇവിടെ ഇഷ്യൂവർ ആയിട്ട് വരുന്നത്. അവർക്ക് എന്ത് ഡിസൈഡ് ചെയ്യാം, എത്ര രൂപയ്ക്ക് ആ ഷെയർ വിൽക്കണം എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. The issuer can determine the price of the shares. The justification for the same should given in the offer document. നമ്മൾ കൊടുക്കുന്ന ഓഫർ ഡോക്യുമെന്റിൽ അഥവാ ഈ പ്രോസ്പെക്ടസിൽ അല്ലെങ്കിൽ ഓഫർ ഫോർ സെയിലിൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഷെയറിന് വില ഇടാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നതെന്ന്. അതുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ പ്രൈസിംഗ് ഓഫ് ഇഷ്യൂവിനെ കുറിച്ചുകൂടെ പഠിക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഷെയറിന് വില ഇടാം, ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ ആൻഡ് ബുക്ക് ബിൽഡ് ഇഷ്യൂ. അപ്പോൾ ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ എന്താണെന്ന് നോക്കുക. ദ ഇഷ്യൂയിങ് കമ്പനി ഇൻ കൺസൾട്ടേഷൻ വിത്ത് ലീഡ് മർച്ചന്റ് ബാങ്കർ ഡിസൈഡ് ദ പ്രൈസ് ഓഫ് ദ ഇഷ്യൂ ആൻഡ് ഡിസ്ക്ലോസസ് ദ സെയിം ഇൻ ദ പ്രോസ്പെക്ടസ്. ഇപ്പം എന്താ ചെയ്യുന്നത്, നമ്മുടെ ഇഷ്യൂയിങ് കമ്പനി അതായത് ഇഷ്യൂവർ എന്ത് ചെയ്യും, ഒരു ലീഡ് മർച്ചന്റ് ബാങ്കറിന്റെ സഹായത്തോടു കൂടിയും അയാളുടെ കൺസൾട്ടേഷനോട് കൂടിയും നമ്മുടെ ഷെയറിന് എത്ര രൂപ പ്രൈസ് ആയിട്ട് നിശ്ചയിക്കണം എന്ന് ആലോചിച്ചിട്ട് ആ പ്രൈസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രോസ്പെക്ടസിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് കണ്ടീഷനെ എല്ലാം മനസ്സിലാക്കി ഒരു കെയർഫുൾ അനാലിസിസ് ഒക്കെ നടത്തിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഷെയറിന് എത്ര രൂപ വില ഇടണം എന്നുള്ളത് ലീഡ് മർച്ചന്റ് ബാങ്കറിന്റെയും അല്ലെ ബുക്ക് റണ്ണിംഗ് ലീഡ് മാനേജേഴ്സിന്റെയും ഒക്കെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഷെയറിന്റെ വില നമ്മൾ അവിടെ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. ദ ഇഷ്യൂ വിൽ ബി സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക് ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രൈസ് ഫിക്സ്ഡ് ആൻഡ് ഷെയർ ആർ അലോട്ടഡ് അക്കോർഡിംഗ്ലി. അപ്പൊ പബ്ലിക്കിന് എന്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ, മുൻകൂട്ടി കമ്പനി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വിലയിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, നമ്മുടെ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ വേറെ ഇവിടെ ബാർഗെയിനിങ് ഇല്ല, വിലപേശലില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കമ്പനി ഒരു വില പറഞ്ഞിട്ടുണ്ട്, ആ വില എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് പ്രോസ്പെക്ടസിലും പറഞ്ഞിട്ടുണ്ട്. ആ വില കമ്പനി നിശ്ചയിച്ചിരിക്കുന്നത് നല്ലൊരു ലീഡ് മർച്ചന്റ് ബാങ്കറിന്റെ സഹായത്തോടും കൺസൾട്ടേഷനോടും കൂടിയാണ്. ആ വിലയ്ക്ക് എന്ത് ചെയ്യാം, പബ്ലിക്കിന് ഷെയറുകൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോകാം. വേറെ ബാർഗെയിൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരൊരു ഫിക്സഡ് പ്രൈസ് അവിടെ വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് നോട്ട് എ ഫ്ലെക്സിബിൾ പ്രൈസ്, അതൊരു ഫിക്സഡ് പ്രൈസ് ആണ്. നമുക്ക് ഒരു വിലയിലും വില പേശാനോ കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നും പറ്റത്തില്ല.
അടുത്ത ഇഷ്യൂ ആണ് ബുക്ക് ബിൽഡ് ഇഷ്യൂ. ബുക്ക് ബിൽഡ് ഇഷ്യൂ ഇത് പ്രധാനപ്പെട്ടതാണ്, പഠിക്കേണ്ടതാണ്. ബുക്ക് ബിൽഡ് ഇഷ്യൂ, ബുക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് തന്നെയുണ്ട്. ഇനി നിങ്ങൾ PGക്കോ അല്ലെങ്കിൽ കൂടുതൽ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോഴും നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ടൈമാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബുക്ക് ബിൽഡ് ഇഷ്യൂ എന്താണ്? ദ ഇഷ്യൂവർ, അതായത് ഇഷ്യൂവിംഗ് കമ്പനി, ഇഷ്യൂവർ സ്റ്റിപ്പുലേറ്റ് ഒൺലി എ പ്രൈസ് ബാൻഡ്. കണ്ടോ, ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു പ്രൈസ് ബാൻഡ് ഉണ്ട്. Issuer stipulate only a price band in the prospectus. പ്രോസ്പെക്ടസിൽ ഇഷ്യൂവർ ഒരു പ്രൈസ് ബാൻഡ് ആണ് കൊടുക്കുന്നത്. പ്രൈസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഒരു ഇലാസ്റ്റിസിറ്റി അവൈലബിൾ ആണ്. ആ പ്രൈസ് ബാൻഡിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് വിളിക്കാം. ആ പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാം? ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് ആണ്. അവിടെ നമുക്ക് രണ്ട് രീതിയിൽ പ്രൈസ് സെറ്റ് ചെയ്യാം. കൺസിസ്റ്റിംഗ് എ ഫ്ലോർ പ്രൈസ്, ഫ്ലോർ പ്രൈസും ഉണ്ട്, ആൻഡ് എ ക്യാപ് പ്രൈസ്. ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫ്ലോർ എന്ന് പറഞ്ഞാൽ തറ, നിലം എന്നാണ് അർത്ഥം. അപ്പൊ ഈ ഫ്ലോർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആ ഷെയറിന് ഈടാക്കാൻ പറ്റുന്ന പരമാവധി കുറഞ്ഞ വിലയെയാണ് ഫ്ലോർ പ്രൈസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഹാറ്റ്, തൊപ്പി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ എവിടെ വെക്കുന്നത്? നമ്മുടെ തലയിലാണ് വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഷെയറിന് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും ഹയർ പ്രൈസ് ഏതാണോ അതിനെയാണ് ക്യാപ് പ്രൈസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ രണ്ട് പ്രൈസ് ഉണ്ട് നമുക്കിവിടെ ബുക്ക് ബിൽഡിങ്ങിൽ. ഫ്ലോർ പ്രൈസും ഒരു ക്യാപ് പ്രൈസും നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ആൾക്കാരുടെ അല്ലെങ്കിൽ ഈ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില ആൾക്കാരുടെ ഇവാലുവേഷനും അല്ലെ കുറെ ബിഡേഴ്സ് വരുന്നുണ്ട്. അവിടെ ബിഡേഴ്സ് നമ്മൾ കുറെ ബിഡുകൾ സ്വീകരിക്കും, എത്ര രൂപയ്ക്കൊക്കെ വരെ. അപ്പൊ ഇന്റർമീഡിയറ്റ്സ് ഉണ്ടായിരിക്കുമല്ലോ മാർക്കറ്റിൽ, അവരുടെ കയ്യിൽ നിന്നല്ല നമ്മൾ ഈ ഫ്ലോർ പ്രൈസും ക്യാപ് പ്രൈസും കൊടുത്തതിന് ശേഷം ഈ ഷെയറിന് എത്ര വിലയാണ് ഇടേണ്ടതെന്ന് നമ്മളെ സഹായിക്കാനായിട്ട് വരുന്ന കുറെ ഇന്റർമീഡിയറ്റ്സിന്റെ അടുത്ത് നമ്മൾ ചോദിക്കും. അവരുടെ കയ്യിൽ നമ്മൾ ബിഡുകൾ അല്ലെ ലോട്ടുകൾ സ്വീകരിക്കും, നറുക്കുകൾ സ്വീകരിക്കും. അപ്പൊ അവരെല്ലാം ഏത് പ്രൈസാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ നോക്കും. ഫ്ലോർ പ്രൈസിനും ക്യാപ് പ്രൈസിനും ഇടയ്ക്ക് കമ്പനിക്ക് ഫീസിബിൾ ആയിട്ടുള്ള ഒരു വിലയാണ് നമ്മൾ ഫ്ലോർ പ്രൈസ് വഴിയും ക്യാപ് പ്രൈസ് വഴിയും സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതിനിടയ്ക്കുള്ള ഒരു വില ഏതാണെന്ന് നമ്മൾ ആരോട് ചോദിക്കും? നമ്മൾ കുറെ ബിഡേഴ്സ് അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ വരുന്ന ഇന്റർമീഡിയറീസ് അവരുടെ അടുത്ത് നമ്മൾ ചോദിക്കും. അപ്പൊ അവര് നമ്മളോട് സജസ്റ്റ് ചെയ്ത് കുറെ ബിഡുകൾ അല്ലെ ലോട്ടുകൾ നമുക്ക് ഇങ്ങോട്ട് തരും. ഈ ഷെയറിന് ഇത്ര രൂപയ്ക്ക് വരെ ഇട്ടാൽ മതി. അപ്പൊ നമ്മൾ ഹയർ പ്രൈസ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 100 രൂപയും ഫ്ലോർ പ്രൈസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 50 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ 100നും 50നും ഇടയിലുള്ള ഒരു വിലയായിരിക്കും നമ്മളെ ഈ ഷെയർ ഇഷ്യൂവിന് സഹായിക്കാൻ വരുന്ന ബിഡേഴ്സ് നമുക്ക് തരുന്നത്. അതിനകത്തുനിന്ന് ഏറ്റവും ബെസ്റ്റ് വില ഏതാണോ, ഫീസിബിൾ ആയിട്ട് കമ്പനിക്ക് നഷ്ടം വരാത്ത രീതിയിൽ അല്ലെങ്കിൽ കമ്പനിക്ക് കൂടുതൽ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു വില അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബുക്ക് ബിൽഡ് ഇഷ്യൂ എന്ന് നമ്മൾ പറയുന്നത്, അഥവാ ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. നോക്കുക, കമ്പനി ഒരു പ്രൈസ് ബാൻഡ് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കും. ആ പ്രൈസ് ബാൻഡ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അവിടെ നമുക്ക് രണ്ട് വില ഉണ്ടായിരിക്കും. കമ്പനിക്ക് ഫീസിബിൾ ആയിട്ടുള്ള ഒരു ഫ്ലോർ പ്രൈസും ഒരു ക്യാപ് പ്രൈസും ഉണ്ടായിരിക്കും. അതിൽ നിന്നാണ് നമ്മൾ എന്ത് സെറ്റ് ചെയ്യുന്നത്? ദ ഫൈനൽ പ്രൈസ് വിൽ ബി ഡിസൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡിമാൻഡ് ഫോർ ദ ഇഷ്യൂ. അപ്പൊ നമ്മുടെ കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിമാൻഡിനെ അനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫൈനൽ പ്രൈസ് സെറ്റ് ചെയ്യുന്നത്. അത് ആരാ തരുന്നത്? ബിഡേഴ്സ് ആണ് നമുക്ക് തരുന്നത്. On the basis of the final price decided by the market demand, the bid are evaluated and successful bidders get allotment. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ മാർക്കറ്റ് ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിലും നമ്മുടെ ഷെയറിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലും കിട്ടിയ വിലകളെ എല്ലാം കൂടെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനകത്തുനിന്നൊരു ബെസ്റ്റ് വിലയായിരിക്കും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. The final prospectus with all the details including the final issue price and issue size should be filed with the ROC. ROC എന്ന് പറഞ്ഞാൽ എന്താ? രജിസ്ട്രാർ ഓഫ് കമ്പനി. അപ്പൊ അവസാനം നമ്മൾ ഈ ബുക്ക് ബിൽഡിംഗ് നടത്തി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ സജസ്റ്റഡ് പ്രൈസ് എല്ലാം കൂടെ വെച്ച് ഇവാലുവേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മളൊരു ബെസ്റ്റ് പ്രൈസ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫൈനൽ പ്രോസ്പെക്ടസും നമ്മൾ ഫൈനലി ഈ ബുക്ക് ബിൽഡിംഗ് വഴി തിരഞ്ഞെടുത്ത ഈ ഷെയറിന്റെ വിലയും കൂടി ആർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം? രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് സബ്മിറ്റ് ചെയ്തിരിക്കണം. ബുക്ക് ബിൽഡ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ മുൻകൂട്ടി പ്രൈസ് ഫിക്സ് ചെയ്യത്തില്ല. നമ്മൾ മാർക്കറ്റ് ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർമീഡിയറ്റ്സിനോടൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ ഈ ഷെയറിന്റെ വില നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ബുക്ക് ബിൽഡിംഗ് നമ്മൾ ചെയ്യുമ്പോൾ കമ്പനിക്ക് ഫീസിബിൾ ആവുന്ന രീതിയിലുള്ള ഒരു ഫ്ലോർ പ്രൈസും ക്യാപ് പ്രൈസും നമ്മൾ സെറ്റ് ചെയ്യും. 3 രീതിയിലാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഫ്ലോർ പ്രൈസ്, ക്യാപ് പ്രൈസ് ആൻഡ് കോളർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വിലയും കൂടെ ഉണ്ട്.
കോളർ എന്ന് പറഞ്ഞാൽ ഒരു ഒപ്റ്റിമം വിലയാണ്, ഒരു മീഡിയം വിലയെയാണ് കോളർ പ്രൈസ് എന്നൂടെ വിളിക്കുന്നത്. അത് നമ്മളിവിടെ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഫ്ലോർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ വിലയായിരിക്കും, ക്യാപ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ വിലയായിരിക്കും. ആ കൂടിയതിൻ്റെയും കുറഞ്ഞതിൻ്റെ ഇടയിൽ കമ്പനി ഫീസിബിൾ ആവുന്ന വില മാർക്കറ്റ് ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ബിഡേഴ്സിൽ നിന്ന് സ്വീകരിക്കും. അതിനകത്തുനിന്ന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എടുക്കും. ആ ബെസ്റ്റ് പ്രൈസ് ആയിരിക്കും നമ്മൾ ഫൈനലി ഈ ഷെയറിൻ്റെ വിലയായിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. ആ വില നമ്മൾ എവിടെ കാണിച്ചിരിക്കും? ഫൈനൽ പ്രോസ്പെക്ടസിൽ കാണിച്ചിരിക്കും. അപ്പോൾ ഫൈനൽ പ്രോസ്പെക്ടസും കമ്പനി ഈ ഷെയറിന് ഇടാൻ തീരുമാനിച്ചിരിക്കുന്ന വിലയും കൂടി നമ്മൾ രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഫോംസ് ഓഫ് ഓഫർ ഡോക്യുമെന്റ്സ്. ഓഫർ ഡോക്യുമെന്റ് കൊടുക്കുമെന്ന് പറഞ്ഞു നമ്മളിവിടെ പബ്ലിക് ഇഷ്യൂ നടത്താനായിട്ട് പല രീതിയിലുള്ള ഓഫർ ഡോക്യുമെന്റുകൾ ഉണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓഫർ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓഫർ ഡോക്യുമെന്റ് മീൻസ് പ്രോസ്പെക്ടസ് ആണ്. എന്തിൽ വരുന്നത്? പ്രോസ്പെക്ടസ് ഇൻ ദ കേസ് ഓഫ് പബ്ലിക് ഇഷ്യൂ ഓർ ഓഫർ ഫോർ സെയിൽ ആൻഡ് ലെറ്റർ ഓഫ് ഓഫർ ഇൻ ദ കേസ് ഓഫ് റൈറ്റ് ഇഷ്യൂ. അപ്പോൾ കമ്പനി ഈ പബ്ലിക് ഇഷ്യൂ നടത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഏത് ഡോക്യുമെന്റും എന്ത് തന്നെയാണ്? ഓഫർ ഡോക്യുമെന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി പബ്ലിക് ഇഷ്യൂ ആണ് നടത്തുന്നതെങ്കിൽ നമുക്ക് രണ്ട് ഡോക്യുമെന്റുകൾ വരും. ഏതൊക്കെയാ? ഓഫർ ഫോർ സെയിൽ ആൻഡ് ലെറ്റർ ഓഫ് ഓഫർ. ലെറ്റർ ഓഫ് ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ റൈറ്റ് ഇഷ്യൂ നടത്തുമ്പോൾ കൊടുക്കുന്ന ഓഫറിനെയാണ് നമ്മൾ ലെറ്റർ ഓഫ് ഓഫർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി ഇറ്റ് കണ്ടെയ്ൻ ഓൾ ദ റിലവൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ കമ്പനി. അപ്പോൾ ഈ ഓഫർ ഡോക്യുമെന്റിൽ എന്തൊക്കെയുണ്ട്? നമ്മളിപ്പോൾ പ്രോസ്പെക്ടസ് ആണ് കൊടുക്കുന്നതെങ്കിലും, അല്ലെങ്കിൽ ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞൊരു കാര്യമാണ് കൊടുക്കുന്നതെങ്കിലും, ലെറ്റർ ഓഫ് ഓഫർ ആണ് കൊടുക്കുന്നതെങ്കിലും, എന്ത് കൊടുത്താലും അതിനകത്ത് എന്ത് വിവരങ്ങളാണുള്ളത്? കമ്പനിയെ സംബന്ധിക്കുന്ന എല്ലാ റിലവൻറ്റ് ഇൻഫർമേഷനുമാണ് നമ്മുടെ ഈ ഓഫർ ഡോക്യുമെന്റിലുള്ളത്. അതിനകത്ത് എന്തും കൂടി ഉണ്ടായിരിക്കും? It is used for inviting subscription to the issue being made by the issuer. അപ്പോൾ അവിടെ ഒരു ഇൻവിറ്റേഷൻ കൂടിയാണ്, നമ്മുടെ കമ്പനിയുടെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഇൻവിറ്റേഷൻ കൂടിയാണ് നമ്മൾ ഈ ഓഫർ ഡോക്യുമെന്റ് വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 7 രീതിയിലാണ് ഫോംസ് ഓഫ് ഓഫർ ഡോക്യുമെന്റ് ഉള്ളത്. ഏതൊക്കെയാണ്? പ്രോസ്പെക്ടസ്, അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്, സ്റ്റേറ്റ്മെന്റ് ഇൻ ലിയോ പ്രോസ്പെക്ടസ്, ലെറ്റർ ഓഫ് ഓഫർ, പ്ലേസ്മെന്റ് ഡോക്യുമെന്റ് ആൻഡ് ഷെൽഫ് പ്രോസ്പെക്ടസ്. പേരെല്ലാം ഓർത്തു വെക്കുക. പ്രോസ്പെക്ടസ്, അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്, സ്റ്റേറ്റ്മെന്റ് ഇൻ ലിയോ പ്രോസ്പെക്ടസ്, ലെറ്റർ ഓഫ് ഓഫർ, പ്ലേസ്മെന്റ് ഡോക്യുമെന്റ് ആൻഡ് ഷെൽഫ് പ്രോസ്പെക്ടസ്. ഓരോന്നും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. പ്രോസ്പെക്ടസിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്പനിയെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു രേഖയാണ്, ഡോക്യുമെന്റ് ആണ് പ്രോസ്പെക്ടസ്. അപ്പോൾ പ്രോസ്പെക്ടസ് ഈസ് ആൻ ഓഫർ ഡോക്യുമെന്റ് ഇൻ ദ കേസ് ഓഫ് പബ്ലിക് ഇഷ്യൂ വിച്ച് ഹാസ് ഓൾ റിലവൻറ്റ് ഡീറ്റെയിൽസ് ഇൻക്ലൂഡിംഗ് ദ പ്രൈസ് ആൻഡ് നമ്പർ ഓഫ് ഷെയർ ബീങ് ഓഫേർഡ്. എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പോൾ പ്രോസ്പെക്ടസിലുള്ളത്? പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ഇഷ്യൂ നടത്താൻ വേണ്ടിയിട്ട് കമ്പനി കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ്. കമ്പനിയെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും, കമ്പനിയുടെ ഓഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഷെയറിന്റെ വിലയും അതിന്റെ നമ്പറും എല്ലാം എവിടെ ഉണ്ടായിരിക്കും? നമ്മുടെ ഈ പ്രോസ്പെക്ടസിൽ അവൈലബിൾ ആയിരിക്കും. അടുത്ത പ്രോസ്പെക്ടസ് ആണ് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്. അതെന്താണ്? അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് കണ്ടെയ്ൻ ഓൾ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് പ്രോസ്പെക്ടസ്. ഇറ്റ് അക്കമ്പനീസ് ദ ആപ്ലിക്കേഷൻ ഫോം ഓഫ് പബ്ലിക് ഇഷ്യൂ. വേറെ പ്രത്യേകതകളൊന്നുമില്ല. സാധാരണ പ്രോസ്പെക്ടസിൽ വരുന്ന എല്ലാ ഫീച്ചറുകളും എവിടെ ഉണ്ടായിരിക്കും? അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കും. അതുകൂടാതെ നമ്മൾ എന്ത് അറ്റാച്ച് ചെയ്യും? പബ്ലിക് ഇഷ്യൂ നടത്തുന്നതിന്റെ ആപ്ലിക്കേഷൻ ഫോമും കൂടെ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും? കമ്പനിയുടെ പ്രോസ്പെക്ടസ് പ്ലസ് ആപ്ലിക്കേഷൻ ഫോം ഓഫ് സബ്സ്ക്രൈബിംഗ് ഷെയർസ്. ആ രണ്ട് കാര്യങ്ങളാണ് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസിൽ ഉള്ളത്. അതായത് കമ്പനിയുടെ പ്രോസ്പെക്ടസും ആ പ്രോസ്പെക്ടസ് വായിച്ചു നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ആ കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോമും കൂടെ അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്തതാണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. നമ്മൾ ഓൾറെഡി റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിനെ സംബന്ധിച്ച് ബുക്ക് ബിൽഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം. അവിടെ എന്തുണ്ടാവത്തില്ല? കമ്പനി ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഷെയർ എത്ര രൂപയ്ക്കാണോ വിൽക്കുന്നത് അതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാകത്തില്ലെന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് അഥവാ RHP എന്നായിരിക്കും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. RHP എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. RHP is a prospectus which does not have details of either price or number of shares being offered
or the amount of issue. അപ്പോൾ എന്ത് വിവരങ്ങൾ ഇല്ലാത്ത പ്രോസ്പെക്ടസ് ആണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്? which does not have details of either price. കമ്പനിയുടെ ഷെയറിന്റെ വിലയില്ല, കമ്പനി എത്ര ഷെയറുകൾ വിൽക്കുന്നു എന്നതിന്റെ എണ്ണം ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഇഷ്യൂ, എത്ര രൂപയ്ക്കാണ് ഇഷ്യൂ നടത്തുന്നതെന്നുള്ളതിന്റെ വിവരങ്ങളൊന്നും ഉണ്ടാവത്തില്ല. In case price is not disclosed, the number of shares and the upper and lower price bands are disclosed. അപ്പോൾ ഇവിടെ നമ്മൾ ഷെയറിന്റെ വില എത്രയാണെന്നും എത്ര എണ്ണം ഇഷ്യൂ ചെയ്യുന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതിന് പകരം നമ്മളിവിടെ എന്ത് പറയും? നമ്മൾ ബുക്ക് ബിൽഡിംഗ് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൈസ് ബാൻഡ് പറയും, ലോവർ പ്രൈസും അപ്പർ പ്രൈസും ഉള്ള. ഈ ലോവർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏത് പ്രൈസ് ആണ്? നമ്മുടെ ഫ്ലോർ പ്രൈസ് ആണ്. അപ്പർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏത് പ്രൈസ് ആണ്? നമ്മുടെ ക്യാപ് പ്രൈസ് ആണ്. അപ്പോൾ ഇന്ന വില ടു ഇന്ന വില വരെ, അല്ലെങ്കിൽ ഒരു ഹയർ പ്രൈസ് ടു ലോവർ പ്രൈസ് വരെ ഈ വിലക്കിടയിലുള്ള ഒരു വില ആയിരിക്കാം നമ്മുടെ ഷെയറിന് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെന്ന് മാത്രമേ അവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നുള്ളൂ, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നുള്ളൂ. On the other hand, an issuer can state the issue size and number of shares are determined later. അപ്പോൾ ഇതിനകത്ത് എന്തെന്ന് പറയും? ഫ്ലോർ പ്രൈസും ക്യാപ് പ്രൈസും പറഞ്ഞിട്ടില്ല എങ്കിൽ അതിന് പകരമായിട്ട് നമ്മൾ എന്തെന്നായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ ഷെയറിന്റെ വില ഡിറ്റർമൈൻഡ് ലേറ്റർ, കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമാണ് ഡിസൈഡ് ചെയ്യത്തുള്ളൂ എന്ന് പരാമർശിച്ചിട്ടുണ്ടായിരിക്കും. RSP പ്രധാനമായിട്ട് എവിടെയാണ് നമ്മൾ എടുക്കുന്നത്? ബുക്ക് ബിൽഡിംഗ് പബ്ലിക് ഇഷ്യൂവിൽ മാത്രമല്ലേ? ബുക്ക് ബിൽഡ് പബ്ലിക് ഇഷ്യൂവിൽ മാത്രമാണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിന്റെ ആവശ്യം നമുക്കുള്ളൂ. അപ്പോൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസ്പെക്ടസ് ആണ്, കമ്പനിയുടെ വിവരം എല്ലാം ഉണ്ടായിരിക്കും. എന്ത് വിവരങ്ങളാണ് ഇല്ലാത്തത്? ഏതൊക്കെ എത്ര രൂപയ്ക്കാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എന്നും എത്ര നമ്പർ ഓഫ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെന്നും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ലാത്ത പ്രോസ്പെക്ടസുകളാണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. പക്ഷെ അതിനകത്ത് ഒരു പ്രൈസ് ബാൻഡ് മാത്രം പരാമർശിക്കും. ഒരു ഹൈ പ്രൈസും ഒരു ലോവർ പ്രൈസും നമ്മൾ പറയും. ഈ വിലക്കിടയിലായിരിക്കാം കമ്പനിയുടെ ഷെയറിന്റെ വില നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതെന്ന് മാത്രമേ പരാമർശിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഷെയറിന്റെ വില ഡിറ്റർമൈൻ ലേറ്റർ, നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് മാത്രമേ ഷെയറിന്റെ വില തീരുമാനിക്കത്തുള്ളൂ എന്ന് പരാമർശിക്കും റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് വഴി. ഇനി നമ്മുടെ അടുത്ത പ്രോസ്പെക്ടസ് ആണ് സ്റ്റേറ്റ്മെന്റ് ഇൻ ലിയോ ഓഫ് പ്രോസ്പെക്ടസ്. സ്റ്റേറ്റ്മെന്റ് ഇൻ ലിയോ ഓഫ് പ്രോസ്പെക്ടസ് അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു താൽക്കാലത്തേക്കുള്ള പ്രോസ്പെക്ടസ് ആണ്. നോക്കാം എന്താണ്. സെക്ഷൻ 70 ഓഫ് ദ കമ്പനീസ് ആക്ട് 1956 പ്രൊവൈഡ് ദാറ്റ് എ കമ്പനി ഹാവിംഗ് എ ഷെയർ ക്യാപിറ്റൽ which does not issue a prospectus is required to submit to the registrar of company a statement in lieu of prospectus. അപ്പോൾ എന്താ, ഓൾറെഡി കമ്പനി ഇവിടെ എന്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്, പുതിയ കമ്പനി അല്ല. അപ്പൊ അവർ മറ്റൊരു തരത്തിലുള്ള ഒരു ഡിനോമിനേഷനിലുള്ള ഷെയർ ആണ് ഇഷ്യൂ ചെയ്യാൻ തീരുമാനിക്കുന്നതെന്ന് വിചാരിക്കുക. അവരൊരിക്കലും എന്ത് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല? ഒരു പ്രോസ്പെക്ടസ് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? നിലവിലുള്ള കമ്പനിയാണ്. അവരുടെ ഇങ്ങനത്തെ പ്രിലിമിനറി സബ്മിഷൻ ഓഫ് പ്രോസ്പെക്ടസ് എല്ലാം കഴിഞ്ഞിരിക്കുന്നതാണ്. അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പിന്നെയും കൊണ്ടുപോയി രജിസ്ട്രാറിന് കൊണ്ടുപോയി നമ്മുടെ പ്രോസ്പെക്ടസ് ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവർ ഓൾറെഡി ഇവിടെ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. അവർ പുതിയതായിട്ടൊരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് എന്തുണ്ട്? ഹാവിങ് എ ഷെയർ ക്യാപിറ്റൽ, അവർക്ക് ഓൾറെഡി ഒരു ഷെയർ ക്യാപിറ്റലും ഉണ്ടെന്ന് വിചാരിക്കുക. അവരെന്ത് ചെയ്താൽ മതി? സ്റ്റേറ്റ്മെന്റ് ഇൻ ലിയോ പ്രോസ്പെക്ടസ് മാത്രം ആർക്ക് കൊടുത്താൽ മതി? രജിസ്ട്രാറിന് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് പ്രോസ്പെക്ടസ് ഉണ്ട്, നമ്മളിവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ്, നമുക്ക് ഷെയർ ക്യാപിറ്റലും ഉണ്ട്, നമ്മളൊരു പുതിയ കമ്പനിയല്ല, നമ്മുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും ബിസിനസ്സും എല്ലാം നടക്കുന്നുണ്ട്, ഓൾറെഡി നടന്നു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് പുതിയൊരു പ്രോസ്പെക്ടസ് അടിച്ച് രജിസ്ട്രാറിന് കൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന പ്രോസ്പെക്ടസിന്റെ തന്നെ ജസ്റ്റ് ഒരു കോപ്പി, അതായത് സ്റ്റേറ്റ്മെന്റ് ഇൻ ലിയോ ഓഫ് പ്രോസ്പെക്ടസ് മാത്രം രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓൾറെഡി ഇവിടെ ഉള്ള കമ്പനികൾ പുതിയതായിട്ട് ഡിനോമിനേഷനിലുള്ള ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ഒറിജിനൽ പ്രോസ്പെക്ടസ് കൊടുക്കണ്ട, അല്ലെങ്കിൽ പുതിയ പ്രോസ്പെക്ടസ് ഒന്നും തയ്യാറാക്കണ്ട, ഓൾറെഡി അവരുടെ കയ്യിലുള്ള പ്രോസ്പെക്ടസിന്റെ ഒരു കോപ്പി മാത്രം കൊടുത്താൽ മതി. അതിനെയാണ് സ്റ്റേറ്റ്മെന്റ് ഇൻ ലിയോ ഓഫ് പ്രോസ്പെക്ടസ് എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് ലെറ്റർ ഓഫ് ഓഫർ. ലെറ്റർ ഓഫ് ഓഫർ എന്താ ചെയ്യുന്നത്? റൈറ്റ് ഇഷ്യൂ നടത്താൻ വേണ്ടിയിട്ട്. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ റൈറ്റ് ഷെയർസ്. നിലവിലുള്ള കമ്പനി അവരുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ പുതിയതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതാണെന്ന് വിചാരിക്കുക ഒരു കമ്പനി. ആ കമ്പനി അവരുടെ പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആദ്യം ആരോട് പറഞ്ഞിരിക്കണം? അവരുടെ നിലവിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനോട് പറഞ്ഞിരിക്കണം. അപ്പം നിലവിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി പുതിയതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഷെയറിന് വിളിക്കുന്ന പേരാണ് റൈറ്റ് ഷെയർ. അങ്ങനെ കമ്പനി പുതിയ ഡിനോമിനേഷനിലുള്ള ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നിലവിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ആദ്യം ആ ഷെയറുകൾ കിട്ടാനുള്ള അവകാശത്തിന് ഒരു ടെക്നിക്കൽ ടേം ഇട്ട് നമ്മൾ വിളിക്കും പ്രീ എംപ്റ്റീവ് റൈറ്റ്.
അപ്പോൾ ഈ റൈറ്റ് ഇഷ്യൂ നടത്താൻ വേണ്ടി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ അറിയിക്കാൻ കമ്പനി കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണെന്ത്? ലെറ്റർ ഓഫ് ഓഫർ. നമ്മളൊരു ഓഫർ വെക്കുവാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം, ഇല്ലെങ്കിൽ ഞങ്ങൾ പുതിയ ആൾക്കാർക്ക് കൊടുത്തോളാം. അതാണ് ലെറ്റർ ഓഫ് ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ ലെറ്റർ ഓഫ് ഓഫർ മീൻസ് ദ ഓഫർ ഡോക്യുമെന്റ് പ്രിപ്പയർഡ് ബൈ ദ കമ്പനി ഫോർ ഇറ്റ്സ് റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ നടത്താൻ വേണ്ടി കമ്പനി കൊണ്ടുവരുന്ന ഡോക്യുമെന്റ് ആണ് ലെറ്റർ ഓഫ് ഓഫർ. അടുത്ത ഓഫർ ആണ് പ്ലേസ്മെന്റ് ഡോക്യുമെന്റ്. പ്ലേസ്മെന്റ് ഡോക്യുമെന്റ് മീൻസ് ഡോക്യുമെന്റ് പ്രിപ്പയർഡ് ബൈ ദ മർച്ചന്റ് ബാങ്കർ ഫോർ ദ പർപ്പസ് ഓഫ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ്. QIP അഥവാ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് മർച്ചന്റ് ബാങ്കർ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് പ്ലേസ്മെന്റ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. പ്ലേസ്മെന്റ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ് നമ്മൾ നടത്തുന്നത്. അതായത് ജനറൽ പബ്ലിക്കിന് മൊത്തത്തിൽ എനിബഡി ആൻഡ് എവരിബഡി എന്നുള്ളൊരു കണ്ടീഷൻ ഇല്ല. കമ്പനി ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത് അവരുടെ ഇന്റിമേറ്റ് സർക്കിളിലുള്ള കുറച്ച് പേർക്ക് മാത്രമായിരിക്കും. അപ്പോൾ അവരോട് ഷെയർ മേടിച്ചോളാൻ പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന അല്ലെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റിനെയാണ് പ്ലേസ്മെന്റ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിയോട് ചേർന്ന് നിൽക്കുന്ന കമ്പനിക്ക് അറിയാവുന്നതും ഷെയർ മാർക്കറ്റിൽ അത്യാവശ്യം പിടിപാടൊക്കെ ഉള്ള കുറച്ച് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രം, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി മാത്രം നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റിനെയാണ് പ്ലേസ്മെന്റ് ഡോക്യുമെന്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി അടുത്ത ഡോക്യുമെന്റ് ആണ് ഷെൽഫ് പ്രോസ്പെക്ടസ്. ഷെൽഫ് പ്രോസ്പെക്ടസ്. Shelf prospectus is a prospectus which enable an issuer to make a series of issue within a period of 1 year without the need of filing a fresh prospectus every time. അതെന്താണ് ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ? which enable the issuer to make a series of prospectus within a period of 1 year. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ഈ കമ്പനി ഇഷ്യൂ ചെയ്യാൻ പോകുന്ന ഷെയറുകളെ സംബന്ധിക്കുന്ന വിവരങ്ങളുള്ള പ്രോസ്പെക്ടസിന്റെ ഒരു സീരീസ് ഓഫ് ഇഷ്യൂ ആണ് ഇവിടെ നടത്തുന്നത്, ഷെൽഫ് പ്രോസ്പെക്ടസ് വഴി നടത്തുന്നത്. അതായത് നമ്മൾ കുറേ ഇഷ്യൂ നടത്താൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനെല്ലാം വേണ്ടിയിട്ട് കുറച്ച് അധികം പ്രോസ്പെക്ടസുകൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കും. എപ്പോഴും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഫ്രഷ് പ്രോസ്പെക്ടസുകൾ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. അതിനെല്ലാം മുൻകൂട്ടി നമ്മൾ ഒരു ഷെൽഫ് പ്രോസ്പെക്ടസ് റെഡിയാക്കി വെക്കും. അതങ്ങോട്ട് സബ്മിറ്റ് ചെയ്യുകയോ ചെയ്യത്തുള്ളൂ രജിസ്ട്രാറിന്. എപ്പോഴും ഇഷ്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പുതിയ പ്രോസ്പെക്ടസ് പിന്നെ ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഇത്രയാണ് നമ്മുടെ ഓഫർ ഡോക്യുമെന്റുകൾ അല്ലെങ്കിൽ ഫോംസ് ഓഫ് ഓഫർ ഡോക്യുമെന്റ്സ് എന്ന്. ഇനി അടുത്ത പബ്ലിക് ഇഷ്യൂ ആണ് ഓഫർ ഫോർ സെയിൽ. രണ്ട് രീതിയിലാണ് മെത്തേഡ് ഓഫ് പബ്ലിക് ഇഷ്യൂ ഉള്ളത്, ഓഫർ ദ പ്രോസ്പെക്ടസ് ആൻഡ് ഓഫർ ഫോർ സെയിൽ. ഓഫർ ഫോർ സെയിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓഫർ ഫോർ സെയിൽ ഈസ് ആൻ ഇൻഡയറക്റ്റ് ഓഫർ ഓഫ് സെക്യൂരിറ്റി ടു ദ പബ്ലിക് ത്രൂ എ സ്പോൺസറിംഗ് ഇന്റർമീഡിയറി. ഒരു സ്പോൺസറിംഗ് ഇന്റർമീഡിയറി സഹായത്തോട് കൂടിയിട്ട് ഷെയറിന്റെ ഇഷ്യൂ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ നടത്തുന്നതിനെയാണ് ഓഫർ ഫോർ സെയിൽ എന്ന് നമ്മൾ പറയുന്നത്. OFS എന്ന് വേണേൽ നമുക്ക് അതിനെ വിളിക്കാം, ഓഫർ ഫോർ സെയിൽ. This is outright sale of share through intermediary like issue houses, merchant bankers, brokers, etc. ഇവിടെ നമ്മൾ ഒരു ഔട്ട്റൈറ്റ് സെയിലാണ് നടത്തുന്നത്. പക്ഷെ എന്താ, മൊത്ത വിൽപ്പനയാണ് നമ്മൾ നടത്തുന്നത്. എല്ലാവരെയും ഇവിടെ പങ്കെടുപ്പിക്കുന്നില്ല, പബ്ലിക്കിനെ എല്ലാവരെയും കൂടെ നമ്മൾ പങ്കെടുപ്പിക്കുന്നില്ല. അതിന് പകരം കമ്പനി എന്ത് ചെയ്യും, ഇന്റർമീഡിയറ്റ്സിന് ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. ഇഷ്യൂ ഹൗസസിന് കൊടുത്തിട്ടുണ്ട്, മർച്ചന്റ് ബാങ്കേഴ്സിന് കൊടുത്തിട്ടുണ്ട്, ബ്രോക്കേഴ്സിന് കൊടുത്തിട്ടുണ്ട്. ഇവർ വഴിയായിരിക്കും ഇനി ബാക്കി ഇഷ്യൂ നമ്മൾ ചെയ്യുന്നത്. ഷെയർസ് ആർ നോട്ട് ഓഫേർഡ് ടു ദ പബ്ലിക് ഡയറക്ട്ലി. എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ജനറൽ പബ്ലിക്കിനേക്ക് നമ്മുടെ കമ്പനിയുടെ ഷെയർ മൊത്തത്തിൽ നമ്മൾ അങ്ങോട്ട് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി കൊടുക്കുന്നില്ല. അതിന് പകരം നമ്മളിവിടെ ഇന്റർമീഡിയറീസിനെ സമീപിക്കണം, ഇടനിലക്കാരെ സമീപിക്കാനായിട്ട് പോവുകയാണ്. ദ ഇന്റർമീഡിയറീസ് ആഫ്റ്റർ ബൈയിങ് ദ എൻറ്റയർ ഷെയർ റീസെൽ ദം. അവിടെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്, റീസെൽ ദം ടു ദ ഇൻവെസ്റ്റിംഗ് പബ്ലിക്. അപ്പൊ കമ്പനി എന്ത് ചെയ്തു, കമ്പനി ആർക്കാണ് വിറ്റത്, കമ്പനി ഇഷ്യൂ ഹൗസുകൾക്കും മർച്ചന്റ് ബാങ്കേഴ്സിനും ബ്രോക്കേഴ്സിനും എല്ലാം ഷെയർ കൊടുത്തു, നിങ്ങളിത് വിറ്റ് തരാൻ പറഞ്ഞു. ഈ ഇന്റർമീഡിയറീസ് ആയിട്ടുള്ള ഇഷ്യൂ ഹൗസസ്, മർച്ചന്റ് ബാങ്കേഴ്സ്, ബ്രോക്കേഴ്സ് ഇവരെന്ത് ചെയ്തു, ഇവര് കമ്പനിയിൽ നിന്നും വാങ്ങിച്ച ഷെയറുകൾ പബ്ലിക്കിലേക്ക് അല്ലെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള പബ്ലിക്കിലോട്ട് എന്ത് ചെയ്തു, റീസെൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻ ദിസ് കേസ് ദ ഇഷ്യൂ ഹൗസസ് or other intermediary act as an agent of the company. അപ്പോൾ കമ്പനിയുടെ ഷെയർ വിറ്റ് തരാനുള്ള ഒരു ഏജന്റ് ആയിട്ടാണ് ആരിവിടെ പ്രവർത്തിക്കുന്നത്, നമ്മുടെ ഇന്റർമീഡിയറ്റ്സ് ആയിട്ടുള്ള ഈ മർച്ചന്റ് ബാങ്കേഴ്സും ബ്രോക്കേഴ്സും എല്ലാം പ്രവർത്തിക്കുന്നത്. The OFS mechanism, OFS എന്ന് പറഞ്ഞാൽ offer for sale. OFS mechanism facilitate the promoters of an already listed company to sell or dilute their
existing shareholding. Investors can buy shares in OFS by bidding through their brokers. ഇനി വേണമെങ്കിൽ എന്തുകൂടെ ചെയ്യാം, കമ്പനി ബ്രോക്കേഴ്സിനും മർച്ചന്റ് ബാങ്കേഴ്സിനും എല്ലാം വിറ്റു. ഇനി കമ്പനിയുടെ ഷെയർ വിറ്റ് തരാനുള്ള ഏജന്റ് ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് മർച്ചന്റ് ബാങ്കേഴ്സും ബ്രോക്കേഴ്സും. അവരുടെ അടുത്തുനിന്ന് ഷെയർ വാങ്ങിക്കാൻ വരുന്ന പബ്ലിക്കിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ ബിഡുകൾ, അവർക്ക് താല്പര്യമുള്ള വില സബ്മിറ്റ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. ഇനി അഡ്വാൻറ്റേജ് എന്താണ്? The advantage of this method is that company need not to be bothered about printing an advertisement or prospectus, allotment or share. അതെന്താണ്? കമ്പനിക്ക് ഒരിക്കലും എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ഇനി പ്രോസ്പെക്ടസ് അടിക്കേണ്ടതിനെ കുറിച്ച് ആലോചിക്കേണ്ട, അഡ്വർടൈസ്മെന്റ് കൊടുക്കേണ്ടതിനെ കുറിച്ച് ആലോചിക്കേണ്ട, കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ കൊടുക്കുന്നതിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട. ഇതൊക്കെ ആര് ചെയ്തോണം? നമ്മുടെ ഇന്റർമീഡിയറ്റ്സ് ആയിട്ട് അല്ലെ ഏജന്റ് ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ മർച്ചന്റ് ബാങ്കേഴ്സും ബ്രോക്കേഴ്സും എല്ലാം ചെയ്തോണം. Foreign companies who want to participate in the share market and Indian investors and promoters who want to sell their share usually adopt this method. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇനി ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്, അവർക്ക് നമ്മുടെ കമ്പനിയിൽ, അവർക്ക് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കും അല്ലെ പ്രൊമോട്ടേഴ്സിനും ഒക്കെ ഈ ഷെയർ വിൽക്കാനും വാങ്ങാനും ഒക്കെയുള്ള ഫെസിലിറ്റി നമുക്ക് എവിടെ കിട്ടുന്നുണ്ട്? ഓഫർ ഫോർ സെയിലിൽ കിട്ടുന്നുണ്ട്. അതിനാണ് നമ്മൾ ഓഫർ ഫോർ സെയിൽ എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ രണ്ട് രീതിയിലാണ് പബ്ലിക് ഇഷ്യൂ നടത്തുന്നത്, ഓഫർ ത്രൂ പ്രോസ്പെക്ടസ് ആൻഡ് ഓഫർ ഫോർ സെയിൽ. ഇത് പ്രോസ്പെക്ടസ് വഴി നമ്മൾ പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യും. ഇനി ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനി ഇന്റർമീഡിയറ്റ്സിന്റെ കയ്യിലോട്ട് നമ്മുടെ ഷെയർ വിൽക്കും. ഇന്റർമീഡിയറീസ് ആയിട്ടുള്ള ബ്രോക്കേഴ്സും മർച്ചന്റ് ബാങ്കേഴ്സും ഒക്കെ ആ ഷെയറുകൾ റീസെല് ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളിലേക്ക് റീസെല് ചെയ്യുകയാണ് ഓഫർ ഫോർ സെയിലിൽ ചെയ്യുന്നത്. ഓഫർ ഫോർ സെയിലിൽ കമ്പനി അല്ലെങ്കിൽ ഇഷ്യൂയിങ് കമ്പനി ഒരിക്കലും പ്രോസ്പെക്ടസ് പ്രിന്റ് ചെയ്യാനോ അഡ്വർടൈസ്മെന്റ് എടുക്കാനോ ഒന്നും തല പുകയ്ക്കേണ്ട കാര്യമില്ല. അതൊക്കെ ആര് ചെയ്തോളും? നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏജന്റ് ആയിട്ടുള്ള ഈ ഇന്റർമീഡിയറീസ് അതിനുള്ള റെസ്പോൺസിബിലിറ്റി എല്ലാം എടുത്തോളും. രണ്ട് രീതിയിൽ ഷെയറിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യാമെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിച്ചു. ഫിക്സഡ് പ്രൈസ് ഇഷ്യൂവും ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂ. ഫിക്സഡ് പ്രൈസ് ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും, അതിനകത്ത് നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല. ബുക്ക് ബിൽഡിംഗിൽ നമുക്ക് ഫ്ലോർ പ്രൈസും ക്യാപ് പ്രൈസും ഉണ്ടായിരിക്കും. ഫ്ലോർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ വിലയും ക്യാപ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ വിലയായിരിക്കും. ഈ കുറഞ്ഞ വിലയ്ക്കും കൂടിയ വിലയ്ക്കും ഇടയിലുള്ള ഒരു വില ആർക്ക് സജസ്റ്റ് ചെയ്യാം? വാങ്ങിക്കാൻ വരുന്ന വ്യക്തികൾക്ക് സജസ്റ്റ് ചെയ്യാം. അവരിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് വിലയായിരിക്കും കമ്പനി തീരുമാനിക്കുന്നത്. ബുക്ക് ബിൽഡിംഗ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി പല രീതിയിലാണ് ഫോംസ് ഓഫ് ഓഫർ ഡോക്യുമെന്റ് ഉള്ളത്. പ്രോസ്പെക്ടസ്, അബ്രിജ്ഡ് പ്രോസ്പെക്ടസ്, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്, സ്റ്റേറ്റ്മെന്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ്, ലെറ്റർ ഓഫ് ഓഫർ, പ്ലേസ്മെന്റ് ഡോക്യുമെന്റ് ആൻഡ് ഷെൽഫ് പ്രോസ്പെക്ടസ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് പബ്ലിക് ഇഷ്യൂ നടത്തുന്നതെന്നും ഏതൊക്കെ രീതിയിൽ ഷെയറിന്റെ വിലകൾ നിശ്ചയിക്കാമെന്നും ഏതൊക്കെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റുകൾ എന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നല്ലോണം പഠിക്കുക, നല്ലോണം മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക് യു.